ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജഗന്നിവാസൻ ബട്ടേരിമഠം കൊരട്ടി. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും പല പ്രാവശ്യം പല സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള, അതുപോലെ പ്രസവരക്ഷയ്ക്കൊക്കെ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധക്കൂട്ടിനെ പറ്റിയാണ്. ആട്ടിൻബ്രാത്ത് എന്നാണ് ഈ ഔഷധത്തിന്റെ പേര്. നമുക്കറിയാം, ഈ ആട്ടിൻബ്രാത്ത് ഉണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാനായിട്ടുള്ള ഇഷ്ടം തോന്നും. അത് ആടിന്റെ മാംസം, അതുപോലെ ആടിന്റെ കാല്, കൈകള്, നടു, അല്ല എല്ലുകൾ എല്ലാം ചെറുതായിട്ട് കുരുവിനും നുറുക്കി അതിനകത്ത് ചുക്ക്, കുരുമുളക്, തിപ്പില്ലി, ഏലക്കായ, പട്ട, ഗ്രാമ്പു, തക്കോലം മുതലായ മരുന്നുകൾ. ഇത്രയും മരുന്നുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ദഹന സഹായിയാണ്. ഈ ആട്ടിൻബ്രാത്ത് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാധനമാണ്. പക്ഷെ ഈ മരുന്നുകളുടെ പ്രഭാവം കൊണ്ട് അത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന മരുന്നുകളാണ് അമുക്കുരും കോലരക്കും. ഈ അമുക്കുരം കോലരക്കിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു ഔഷധമാണ്. അപ്പൊ നമ്മളിത് കഴിക്കുമ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന രോഗങ്ങളെല്ലാം ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ട്, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞുകൊണ്ട് വരുന്നത് കൊണ്ടുള്ള രോഗങ്ങളാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ മരുന്നുകളുടെ പ്രഭാവം കൊണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെയാണ് കുറുന്തോട്ടി, കരിങ്കുറിഞ്ഞി, ദേവദാരം അങ്ങനെയുള്ള മരുന്നുകൾ നമ്മുടെ കൈകാലുകൾക്കുള്ള വേദന, മാംസപേശികൾക്ക് ബലക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. ഈ മരുന്ന് ഔഷധ സേവ ചെയ്യുന്നത് കൊണ്ട് ദഹന പ്രക്രിയ കൂടുന്നു, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നു, പേശികൾക്ക് ബലം വരുന്നു. ഇത് പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആരോഗ്യം വരുന്നതിന് വളരെ ബെസ്റ്റാണ്. ക്ഷീണാധിക്യം കൊണ്ടുള്ള വാദത്തിന്റെ കംപ്ലൈന്റ് പല ആളുകൾക്ക്, പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ക്ഷീണാധിക്യം കൊണ്ട് നടുവേദന, കാലിന്റെ മുട്ടുവേദന അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാവാം. അതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ആട്ടിൻബ്രാത്ത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കുറച്ച് റെഗുലർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വളരെ ഫലവത്തായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പ്രസവരക്ഷയ്ക്ക് വളരെ സ്ത്രീകൾക്ക് ഗർഭാശയ ശുദ്ധി വരാനും, അതുപോലെ തന്നെ മുലപ്പാല് വർദ്ധിക്കാനും, ക്ഷീണം തളർച്ച മാറാനും, ഇമ്മ്യൂണിറ്റി കൂടാനൊക്കെ ഈ ആട്ടിൻബ്രാത്ത് സാധാരണ ഉപയോഗിച്ചു വരുന്നു. ജിമ്മിന് പോകുന്ന, കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന യുവാക്കൾക്ക് ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഔഷധ കൂട്ടാണ്. അതുപോലെ തന്നെ ഇത് സാധാരണ എല്ലാവർക്കും കഴിക്കാവുന്ന മരുന്നാണ് ഈ ആട്ടിൻബ്രാത്ത്. പട്ട, ഗ്രാമ്പു, തക്കോലം മുതലായ മരുന്നുകളെല്ലാം ചേർത്ത് അങ്ങനെ ഒരു 65 കൂട്ടം മരുന്നുകളുണ്ട്. അതില് ആദ്യം പറഞ്ഞ ഏലക്കായ, പട്ട, ഗ്രാമ്പു, തക്കോലം അങ്ങനെയുള്ള മരുന്നുകൾ, കുരുമുളകും ഒക്കെ, ചുക്കും കുരുമുളകും ഒക്കെ നമ്മളത് ദഹന സഹായിയാണ്. ആടിന്റെ മാംസരസം എന്ന് പറയുന്നത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ ഈ മരുന്നുകളുടെ പ്രവർത്തനം കൊണ്ട് അത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈന്തപ്പഴം, ബദാം അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ട് ബ്ലഡ് ഉണ്ടാവാനും ക്ഷീണം മാറാനും, ടേസ്റ്റി ആവുന്നതിന് നമ്മൾ പനങ്കൽക്കണ്ടാണ് ഇതിനകത്ത് ഉപയോഗിച്ചുള്ളത്. അത്യാവശ്യത്തിന് മധുരം, ഒരുപാട് മധുരമല്ല, ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാവുന്ന രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തത്. നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ 25 വർഷം എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ്. പരമ്പരാഗതമായ രീതിയിൽ തയ്യാർ ചെയ്യുന്നതാണ്. ഇത് കൊരിയറായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാവുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പ്രിസർവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.